SIR-ൽ പ്രവാസികൾക്ക് വോട്ട് ചേർക്കാൻ കഴിയുന്നില്ലെന്ന് പരാതി. പലർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കാനാകുന്നില്ല. അപേക്ഷ സമർപ്പിക്കാൻ ഖത്തറിലെ SIR സഹായ കേന്ദ്രങ്ങളിൽ എത്തിയ നിരവധി അപേക്ഷകർ പ്രതിസന്ധി നേരിട്ടു. പ്രവാസികൾക്കും SIR പട്ടികയിൽ പേര് ചേർക്കേണ്ട അവസാന ദിനമാണിന്ന്. പേര് ചേർക്കാനുള്ള സമയപരിധി നീട്ടണമെന്നും പ്രവാസി സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഖത്തറിൽ നിന്ന് അബ്ബാസ് മുഹമ്മദും പാലക്കാട് നിന്ന് സാജിദ് അജ്മലും ചേരുന്നുണ്ട്. ആദ്യം അബ്ബാസിലേക്ക് പോവുകയാണ്. അബ്ബാസ്, പേര് ചേർക്കാനുള്ള അവസാന ദിവസമാണ് ഇന്ന്. പ്രവാസികൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നു. എന്തൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത്? അവരെന്താണ് പറയുന്നത്? SIR-മായി ബന്ധപ്പെട്ട് ഈ സ്റ്റോപ്പ് ചേർക്കുന്നതിന്റെ അവസാനത്തെ ദിവസത്തിലും പ്രവാസികളുടെ പ്രയാസങ്ങൾ തുടരുന്നു എന്ന് പറയുന്നത് സങ്കടകരമായ സത്യമുണ്ട്. ഇന്ന് അവർ ഇന്നത്തെ ഇവിടെ വോട്ട് ചേർക്കാൻ എത്തിയ നിരവധി പ്രവാസികളുടെ ഇതുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു എറർ മെസ്സേജ് വരുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിൽ അവർ നിൽക്കുന്നത്. ഈ അവസാന ദിവസം അവസാന സമയമായതുകൊണ്ട് തന്നെ നിരവധി പേരാണ് അപേക്ഷ സമർപ്പിക്കാനായി ഖത്തറിലുടനീളപ്പെട്ട സന്നദ്ധ പ്രവർത്തകരുടെ അവസാനം സഹായം വേണ്ടത്. അബ്ബാസ് തുടരുക. ഇപ്പോൾ പ്രവാസികളുടെ പ്രതികരണമുണ്ട്, അതിലേക്ക്. നിലവിൽ ഒരുപാട് ആളുകൾ ഇനിയും അപേക്ഷ സമർപ്പിക്കാൻ പല പല കാരണങ്ങളാൽ ബാക്കിയുണ്ട്. പക്ഷേ അത്തരം ആളുകൾ ഇന്നലെ വൈകുന്നേരം മുതൽ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് സൈറ്റിൽ ലോഗിൻ ചെയ്യാം. അതേ സമയത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷ സബ്മിറ്റ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ സബ്മിറ്റ് ആവുന്നില്ല, എറർ മെസ്സേജാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറേ അപേക്ഷകൾ ചില ദിവസങ്ങളുണ്ടായിരുന്നത് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ആളുകൾ പിന്നെയും സബ്മിറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു ക്ലാരിറ്റി ഇല്ല ഏതൊക്കെ അപേക്ഷകൾ പിന്നെയും അപ്പിയർ ആയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചെറിയൊരു സമയത്തിനുള്ളിൽ ഇത്തരം ക്ലാരിഫിക്കേഷനുകൾ തീർത്തിട്ട് കാര്യക്ഷമമായിട്ട് ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആഗ്രഹത്തോടും മുന്നോട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ സമയം നീട്ടി നൽകുകയും സൈറ്റിലുള്ള എറേഴ്സ് റെക്ടിഫൈയും ചെയ്യണം. തീർച്ചയായിട്ടും സമയം നീട്ടി നൽകേണ്ടതുണ്ട്. കാരണം ഫുൾ ഓപ്ഷനിൽ നമുക്ക് രേഖകൾ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം യഥാർത്ഥത്തിൽ 2 ദിവസം മുമ്പാണ് നമുക്ക് കിട്ടിയത്. അതിൽ പുതിയ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം പരിഹരിച്ചതും അതുപോലെ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ആളുകൾക്ക് ജന്മസ്ഥലം രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ ലഭിച്ചതും 2 ദിവസം മുമ്പ് മാത്രമാണ്. അതിന് വെയിറ്റ് ചെയ്തിരുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അത് സിസ്റ്റത്തിൽ അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ അവസാന സമയത്ത് ഈ സൈറ്റ് ഹാങ് ആയതോടുകൂടി ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ നമ്മുടെ ശക്തമായ ആവശ്യം ഇതിൻ്റെ തീയതി നീട്ടണം എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന സ്വഭാവത്തിൽ ഇതിൻ്റെ വെബ്സൈറ്റ് ശരിയാക്കുകയും വേണം. അബ്ബാസ് മുഹമ്മദിലേക്ക് വീണ്ടും പോവുകയാണ്. അബ്ബാസ്, പ്രധാനമായും ഇവർ പറയുന്നത് പലതരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങളുണ്ട്, സൈറ്റിൽ കയറാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പാസ്പോർട്ടിന് വിവരങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാനും സാധിക്കുന്നില്ല, ദിവസങ്ങളായി കാത്തിരിക്കുകയാണ് ഇതിനെന്നാണ് പറയുന്നത്. തീയതി നീട്ടി നൽകണമെന്നാണോ ഇവരുടെ ആവശ്യം? എടുക്കുന്നില്ല. അതിന്റെ അബ്ബാസ് കേൾക്കുന്നുണ്ടോ? സാജിദ് അജ്മലിലേക്ക് പോവുകയാണ്. സാജിദ്, ഇപ്പോൾ പ്രവാസികൾ നേരിടുന്ന പ്രധാന പ്രശ്നം ഇതുതന്നെയാണ്. ഇന്ന് പേര് ചേർക്കേണ്ട അവസാന ദിവസമാണ്. പക്ഷേ വെബ്സൈറ്റിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നു. പ്രവാസികൾ പറഞ്ഞത് തീയതി നീട്ടി നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഖത്തറിലെ സഹായ കേന്ദ്രങ്ങളിലൊക്കെ എത്തിയവർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടെന്നാണ് പറയുന്നത്. ഖത്തറിലെ മാത്രം പ്രശ്നമല്ല, ഈ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലത്തും അതോടൊപ്പം തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഏതായാലും പ്രവാസികളുടെ പ്രതിസന്ധി ഇതാണ്. SIR-ൽ വോട്ട് ചേർക്കാനാകുന്നില്ല എന്നാണ് പ്രധാനമായും ഇവരുടെ പ്രശ്നമെന്ന് പറയുന്നത്. വെബ്സൈറ്റിൽ കയറാൻ സാധിക്കുന്നില്ല, വിവരങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പേര് ചേർക്കാനുള്ള അവസാന ദിവസമാണ്. അബ്ബാസ് മുഹമ്മദ് ഉണ്ട്. അബ്ബാസ്, എന്താണ് പ്രവാസികൾ ഇപ്പോൾ പറയുന്നത്? ജീന, ഇന്ന് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള അവസാനത്തെ ദിവസമാണ്. ഈ സമയത്ത് ഇവർ ഏറ്റവും അപേക്ഷ പൂരിപ്പിച്ച് കോളം ഫില്ല് ചെയ്ത് ഏറ്റവും അവസാനം എത്തുമ്പോൾ ഈ അപേക്ഷ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. വെബ്സൈറ്റ് ഓപ്പൺ ആണ്. ആ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു എറർ മെസ്സേജ് ആണ് ലോഡായിട്ട് വരുന്നത്. ഇതാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം. അറിയാവുന്നതുപോലെ തന്നെ ഇന്നാണ് SIR-ലെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാനത്തെ ദിവസം. അതുകൊണ്ട് തന്നെ
ഈ ഖത്തറിലുടനീളം പ്രവർത്തിക്കുന്ന സഹായ കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ ഇന്ന് അവസാന ദിവസമായതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഇത് പൂരിപ്പിക്കാൻ അപേക്ഷ സമർപ്പിക്കാനൊക്കെ എത്തിയിട്ടുള്ളത്. ഇവർക്കൊന്നും അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ പ്രവാസ ലോകത്ത് വിദേശത്ത് ജനിച്ച ആളുകളുടെ ജന്മസ്ഥലം രേഖപ്പെടുത്താനുള്ള ഒരു ബുദ്ധിമുട്ട്, സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ സാങ്കേതികമായ ബുദ്ധിമുട്ടിനെ അതിന് പരിഹാരം കണ്ടെത്തിയെന്ന് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇങ്ങനെ നിരവധി ആയിരക്കണക്കിന് പേരാണ് പ്രവാസ ലോകത്തുള്ളത്. ഇവരുടെ ഒക്കെ പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർക്കുക എന്നുള്ളത് സാങ്കേതികമായി അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഇവ മുഴുവൻ സബ്മിറ്റ് ചെയ്യേണ്ടതായതുകൊണ്ട് ഇത് വളരെ ചെറിയ സമയമാണ്. അതുകൊണ്ട് സമയം നീട്ടി നൽകണം എന്നാണ് ഈ പ്രവാസി സംഘടനകളുടെയും ഇതുമായി ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തകർക്കൊക്കെ ആവശ്യമുള്ളത്. അത് വളരെ ന്യായവുമാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസം മുമ്പ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് ഇറങ്ങിയത്. ഏതായാലും ഇങ്ങനെ സമയം നൽകണമെന്ന ഒരു പൊതുവായ ആവശ്യമാണ് പ്രവാസികൾക്കിടയിൽ എസ്ഐആറുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടെ തന്നെ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം തന്നെ ഇവിടെ പ്രവാസികൾ പൂരിപ്പിക്കേണ്ട ഫോം 60A ഈ എപ്പിക് നമ്പർ, ബന്ധുവിന്റെ എപ്പിക് നമ്പർ ചേർക്കാത്ത വിഷയം ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ അപേക്ഷകൾ തരംതിരിക്കാൻ അയ്യാവന്മാർക്ക് കഴിയാത്ത സാഹചര്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള ചില സങ്കീർണതകൾ ഈ വിഷയത്തിൽ ഇനിയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രവാസികളുള്ളത്. ഇതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട സമയം നീട്ടി നൽകണം എന്നുള്ളതാണ്.